إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സ്രഷ്ടാവും തമ്പുരാനും അഖില ലോക പരിപാലകനും ജഗ നിയന്താവുമായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സുപരിചിതമായ വിശുദ്ധ ഖുർആനിന്റെ അധ്യായം സൂറ ഫുർഖാനിന്റെ ആദ്യ വചനമാണ് ആമുഖമായി ശ്രദ്ധയിൽ ഓതിവെച്ചത്. പ്രസ്തുത ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എത്ര പരിശുദ്ധനാണ് സ്രഷ്ടാവായ തമ്പുരാൻ. കാരണം ആ തമ്പുരാൻ തന്റെ അടിമയിലൂടെ സത്യാസത്യ വിവേചന ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചത്? ലോകർക്ക് താക്കീത് നൽകുവാൻ, മുന്നറിയിപ്പ് നൽകുവാൻ. അങ്ങനെ ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ച, തന്റെ അടിമയിലൂടെ അവതരിപ്പിച്ച ആ രക്ഷിതാവ് എത്ര പരിശുദ്ധനാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് ആ സൂറത്തിന്റെ തുടക്കമുള്ളത്. കഴിഞ്ഞ ഖുതുബകളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ഇബാദ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമകൾ, ആ അടിമകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ വിളിയിൽ ആദ്യമായി നമ്മൾ സംസാരിച്ചത് അള്ളാഹു ഖരീബാണ് എന്നും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകണമെന്നും പിശാച് നമുക്കുള്ള ഒരു പരീക്ഷണമാണ് എന്നും
കഴിഞ്ഞ ഖുത്ബയിൽ അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് തുടങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ തന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു നടത്തിയ പരാമർശങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. തുടർച്ചയായി സൂചിപ്പിക്കുന്നത്, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ്. എന്റെ ഇബാദുകളെ, അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു നടത്തുന്ന മറ്റൊരു പരാമർശം എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എത്രമാത്രം നിസ്സഹായരാണ്, ആ ഒരു ബോധ്യമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ എത്രമാത്രം നിസ്സഹായമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒരു അടിമയിൽ ഉണ്ടാകേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആനും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ ഏതൊരു സഹായത്തിനും ഏതൊരു നിമിഷവും അവന്റെ സഹായത്തിനും അതുപോലെ തന്നെ അവന്റെ കാരുണ്യത്തിനും കൊതിക്കുകയും അത് ആവശ്യമുള്ളവരുമാണ് മനുഷ്യൻ. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളെപ്പോലും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്രകാരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിത്യജീവിതത്തിലെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യമാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനി, എന്റെ കാര്യങ്ങളെ, എന്റെ കണ്ണ് ഇമവെട്ടുന്ന ഒരു സമയം പോലും എന്റെ കാര്യം നോക്കാൻ അല്ലാഹുവേ നീ എന്നെ ഏൽപ്പിക്കരുത് എന്നതാണ്. വഅസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ കാര്യങ്ങളെല്ലാം നീ എനിക്ക് നന്നാക്കി തരണം. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹായി മറ്റാരുമില്ല. ഇത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയായി നമുക്ക് പ്രവാചക ജീവിതത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന, നിത്യജീവിതത്തിന്റെ പ്രാർത്ഥനയായി കാണാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത് എന്ന് നമ്മൾ ആലോചിക്കുക. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനി, എന്റെ കണ്ണൊന്ന് ഇമവെട്ടുന്ന നേരം, ഒരു സെക്കൻഡ് നേരം പോലും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാനുള്ള അവകാശം നീ എനിക്ക് നൽകരുത് എന്നതാണ്. കാരണം വഅസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും നീ എനിക്ക് നന്നാക്കി തരണം. കാരണം ലാ ഇലാഹ ഇല്ലാ അൻത, നീയാണ് ഇലാഹ്, നീ അല്ലാതെ ഇലാഹില്ല. നമ്മളെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ചിന്തയോടുകൂടി നമ്മുടെ ജീവിതം ആരംഭിക്കുവാനും ആ ജീവിതത്തിൽ ഇതുവരെയുള്ള സമയം അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവനാണ്, നിന്റെ കാരുണ്യമാണ് എനിക്ക് ലഭ്യമാകേണ്ടത്, എന്റെ കാര്യങ്ങളെല്ലാം പടച്ചനാഥ നീ കൃത്യമായി ശ്രദ്ധിക്കണം, എനിക്കെല്ലാം നന്നാക്കി തരണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടത്. ഞാൻ എവിടെ നിൽക്കുന്നു എന്നതിന്റെ ശരിയായ ഒരു ഉത്തരം നമുക്ക് നൽകുന്നു ആ ചിന്ത എന്നതാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് നല്ല സൗകര്യങ്ങൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർച്ച നമുക്ക് നൽകുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാനമാനങ്ങൾ, അത് പദവികൾ, നമ്മുടെ അംഗീകാരങ്ങൾ അതെല്ലാം അധികരിക്കുമ്പോ പലപ്പോഴും ഞാനും നിങ്ങളും റബ്ബിനെ മറന്നു പോകുന്നു എന്നതാണ് യഥാർത്ഥ, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താ? ഒരു വിനയഭാവമാണ്. അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ എന്ന ചിന്ത.
ഏതൊരു സമയവും എനിക്ക് ആവശ്യമുള്ളത് അള്ളാഹുവിന്റെ സഹായമാണ്, അവന്റെ കരുതലാണ്, അവന്റെ കാവലാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് പടച്ച റബ്ബ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. അതിനെന്ത് വേണം? ഞാൻ എന്റെ റബ്ബിന്റെ അബ്ദാൻ, ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്. എന്റെ ഉടമയെ എല്ലാ സമയവും ഞാൻ ഓർക്കേണ്ടതുണ്ട് എന്ന ഒരു മാനസികമായ തലത്തിലേക്ക് ഞാനും നിങ്ങളും എത്തുമ്പോഴാണ് എത്ര ഉയർന്ന പദവിയും അംഗീകാരവും സമ്പത്തും അതേപോലെ തന്നെ സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുമ്പോഴും കൂടുതൽ കൂടുതൽ ആ റബ്ബിലേക്ക് വിനയാനിതരായി തീരാൻ സാധ്യമാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്മാരെ ഇങ്ങനെ പരിശോധിക്കുമ്പോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തുമ്പോ അവിടെ അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു കാര്യം അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ദൈവമായും അതേപോലെ തന്നെ ദൈവപുത്രനോ ഒക്കെ ആയിക്കൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എടുത്തുദ്ധരിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്, പരാമർശിക്കുന്നത് ഇൻ ഹുവ ഇല്ലാ അബ്ദുൻ, ഇൻ ഹുവ ഇല്ലാ അബ്ദുൻ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അടിമയല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. മാത്രല്ല വജഅൽനാഹു, നാം അദ്ദേഹത്തെ ആക്കുകയും ചെയ്തു മസലൻ ലിബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികൾക്ക് ഒരു മാതൃകയാക്കുകയാണ് ഞാൻ ചെയ്തത്. അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്. ഏറ്റവും കൂടുതൽ പദവിയും അനുഗ്രഹവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോ അള്ളാഹു എടുത്തുദ്ധരിച്ചത് അബ്ദൻ എന്ന, അബ്ദുൻ എന്നാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് പരിചയപ്പെടുത്തിയത്. മാത്രല്ല വജഅൽനാഹു മസലൻ ലിബനി ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹത്തിന് നാം അദ്ദേഹത്തെ മാതൃകയാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിയിൽ നിന്ന് സംസാരിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറ മറിയമിന്റെ 30-ാമത്തെ ആയത്തിലൂടെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താ? ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഖാല ഇന്നി അബ്ദുല്ലാഹ്, പറയുക. എന്താ പറയേണ്ടത്? ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംസാരമാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് എന്റെ റബ്ബ് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅൽനി നബിയ, അതുപോലെ തന്നെ എന്നെ നബിയായി അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, എന്നെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവയെ കുറിച്ചൊക്കെയുള്ള വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളിൽ എടുത്തു പറഞ്ഞത് വദ്കുർ, നിങ്ങൾ ഓർക്കണം, അബ്ദന, ഞാൻ എന്റെ അടിമകളായ ആരൊക്കെയാണ്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാ, അന്നി മസ്സനിയ ശൈത്വാൻ, എന്നെ ശൈത്വാൻ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിശാച് കൂടിയിട്ടുണ്ട് എന്നല്ല, മറിച്ച് എനിക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. അതാ അതിന്റെ തഫ്സീർ. എന്നെ ബാധിച്ചത് രോഗമാണ്. അള്ളാഹുവിന് വലിയ പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചത് പടച്ച റബ്ബിനോടാ. അവിടെ അള്ളാഹു എടുത്തുദ്ധരിച്ചത് അദ്ദേഹം എന്റെ അടിമയായിരുന്നു എന്ന. അബ്ദന, എന്റെ അടിമയാണ്. വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ്, എന്റെ അടിമകളായ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കൂബിന്റെയും കാര്യം സ്മരിക്കണം. വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയത് അബ്ദ് എന്നാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താ? അടിമയാണ്. ഉടമയാര? റബ്ബ. ഈ ബോധം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് സൂചിപ്പിക്കാനാ വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു ധരിക്കുമ്പോഴും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുമ്പോഴും ഒക്കെ അബ്ദാണ്, അബ്ദാണ്, അബ്ദാണ് എന്ന് അള്ളാഹു ആവർത്തിച്ച് 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 പറഞ്ഞു തരുന്നത് എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു ആവർത്തിച്ച് പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ
അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ. ഇന്ന് പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് പഠിപ്പിച്ച ഒരു സൂറത്ത് കഹ്ഫ്, അതിന്റെ ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. എന്റെ അടിമക്ക്, ആ അടിമയിലൂടെ ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ച പടച്ചറബ് അവൻ മഹാപരിശുദ്ധനാ, അല്ലെ? അവനാണ് സർവസ്തുതിയും. അലം യജഅൽ ലഹു ഇവജ, എന്നാൽ ആ വേദഗ്രന്ഥത്തിന് ഒരു വക്രതയുമില്ലാത്ത ശരിയായ അർത്ഥത്തിൽ ലാ റൈബ ഫീഹി, ഒരു സംശയത്തിനും ഇട നൽകാത്ത ആ വേദഗ്രന്ഥം ഈ ലോകത്തെ മനുഷ്യർക്ക് വേണ്ടി സമ്മാനമായി തന്റെ അടിമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പഠിപ്പിക്കുക വിശുദ്ധ ഖുർആൻ. സൂറ ഇസ്രാഇന്റെ തുടക്കം നമുക്കറിയാം. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതകരമായ സംഭവത്തെ വിശദീകരിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അവിടെയും അബ്ദ് എന്നാണ്. എന്തിനാ അബ്ദ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കണം. വിശുദ്ധ ഖുർആൻ വായിച്ചു പോകുമ്പോ ഈ പദങ്ങൾ നമ്മുടെ മനോമുഖരത്തിലേക്ക് കടന്നു വരണമെന്ന് ബോധ്യപ്പെടുത്താനാ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഒരു സന്ദർഭം പറയുന്നുണ്ട്. ഏതാണ് ആ സന്ദർഭം? മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന സമയം, പ്രാർത്ഥന, അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം നിർവഹിക്കുമ്പോ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടെയാണ്. അത് വിശുദ്ധ ഖുർആൻ സൂറ ജിന്നിന്റെ 19-ാമത്തെ ആയത്തിലൂടെ എടുത്തു ധരിച്ചത് വഅന്നഹു ലമ്മ ഖാമ അബ്ദുല്ലാഹ് യദ്ഉഹു ഖാദു യകൂനൂന അലൈഹി ലിബദ. എന്താ പറഞ്ഞത്? വഅന്നഹു ലമ്മ ഖാമ അബ്ദുല്ലാഹ്, എന്റെ അടിമ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക, യദ്ഉഹു, ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. ആ സമയത്തോ ഖാദു യകൂനൂന അലൈഹി ലിബദ, അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്താൻ, ഉപദ്രവിക്കുവാൻ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും തിങ്ങിക്കൂടുവാൻ തുടങ്ങി. സൂറ അലക്ക് ഇങ്ങനെ വായിച്ചു പോകുമ്പോ അതിലെ പ്രയോഗം അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. അപ്പോൾ നിങ്ങൾ അവിടെയും അബ്ദൻ ഇദാ സല്ല, ആ അടിമ നമസ്കരിക്കുമ്പോൾ എന്നാണ്. അപ്പൊ അടിമയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം അടിമയാണ്. എന്തിനാ അങ്ങനെ പറയണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ബോധ്യപ്പെടാനാ. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നത്. പലപ്പോഴും ദുനിയാവിന്റെ സൗകര്യങ്ങൾ നൽകുമ്പോ ഞാൻ തന്നെയാണ് ഏറ്റവും ഉന്നതൻ എന്ന തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോ നമുക്ക് തോന്നാം അള്ളാഹു അംഗീകരിച്ച, ആദരിച്ച, പദവികൾ നൽകിയ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത പ്രവാചകന്മാർ അവരൊക്കെ തന്നെ അള്ളാഹുവിന്റെ അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുവാനുള്ള പൂർണ്ണമായ അവകാശം വകവെച്ചു കൊടുക്കേണ്ടത് ആ റബ്ബിനാണ്. നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ട്, പ്രാർത്ഥനകളിലെ ഏറ്റവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹു പഠിപ്പിച്ചല്ലോ, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എന്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ എനിക്കൊരു ഇലാഹുമില്ല, ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, വാന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് പറയണം. അല്ലാഹു അക്ബർ എന്ന് പറയും. അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ എന്ന് ഓരോ നമസ്കാരത്തിലും അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഓരോ സമയങ്ങളിലും ആവർത്തിച്ച് പറയുമ്പോ എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഞാൻ ഏറ്റവും എളിയവനാണ്, അള്ളാഹുവാണ് വലുത്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. നിങ്ങൾ നമ്മൾ റബ്ബിന്റെ അടിമകളാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. പലപ്പോഴും അതിന് കേവലമായ ഒരു ധാരണയോ അറിവോ ഉണ്ടായാൽ പോരാ എന്നാണ്. അവന്റെ അടിമയാണെന്നും ആ ബോധത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയവും ആ ജീവിതം ക്രമപ്പെടുത്തുകയും കടന്നു പോവുകയും ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഈ പരാമർശങ്ങളിലൂടെ നമുക്ക് തോന്നണം, ഒരു ചിന്ത ഉണ്ടാവണം, ഞാൻ അള്ളാന്റെ അടിമയാണ്,
ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ആ അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ട്, അവന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് തീരുമാനിക്കുവാൻ എനിക്ക് സാധ്യമാകണം. അല്ലെ, നിങ്ങൾ ദുനിയാവ് വളരെ നശ്വരമാണ്. എത്ര അനുഭവങ്ങളാണ് നമുക്കുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ പലപ്പോഴും നമ്മുടെ കൂടെ ഇന്നില്ല. നമ്മളെ പ്രിയപ്പെട്ട സഹോദരൻ CMP ഉമ്മർ സാഹിബ് അല്ലെ, കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളുടെ ഇടയിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോയത്. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും സ്വർഗം നൽകി അദ്ദേഹത്തെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കാം, നശ്വരമാണ് നമ്മുടെ ആരോഗ്യം. അത് നഷ്ടപ്പെട്ടു പോയേക്കാം. മാത്രമല്ല സമ്പത്ത്, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മുടെ കുടുംബം ഏത് നിമിഷവും. നിങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം സാധ്യമാവാൻ നാട് വിട്ടുകൊണ്ട് മറുനാട്ടിലേക്ക് കൂട്ടുകാരും കുടുംബവും ഒക്കെ വളരെ വലിയ ആദരവോടെ സെൻഡ് ഓഫ് നൽകിക്കൊണ്ട് ഗൾഫിലേക്ക് പറഞ്ഞയച്ച ഒരു സഹോദരൻ, നമ്മുടെ നാട്ടിൽ നടന്ന വലിയൊരു ദുരന്തത്തിന്റെ ശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തെ യാത്രയയച്ച ഒരാൾ പോലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് വയനാട്ടിൽ നിന്ന്, ചൂരൽമലയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന സംഭവങ്ങൾ. നിങ്ങൾ ഇതാ മനുഷ്യ നിസാരന. എപ്പോഴും പോകാം. ആ പോകുമ്പോഴോ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, ഇവിടെ എന്ത് നഷ്ടപ്പെട്ടാലും, ദുനിയാവിന്റെ ജീവിതം നഷ്ടപ്പെട്ടാലും പരലോകം എന്നത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവരുത് എന്ന കൃത്യമായ ധാരണ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. അല്ലെ, ദുനിയാവ് നഷ്ടപ്പെട്ടാൽ അത് പലപ്പോഴും നേടിത്തരാൻ ദുനിയാവിന്റെ അവസ്ഥകൾ, വ്യവസ്ഥിതികൾ കൊണ്ട് പലപ്പോഴും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമായേക്കാം. എന്നാൽ പരലോകം നഷ്ടപ്പെട്ടാലോ? പരലോകം നഷ്ടപ്പെട്ടാലോ? ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ഓർമ്മയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പരലോകം നഷ്ടപ്പെടൂല. അല്ലാതെ ജീവിച്ചാലോ അവൻ കടന്നെരിയുന്നത് അത് നരകത്തിലാണ്. ആ നരകത്തിലെ അവസ്ഥകൾ വിശുദ്ധ ഖുർആൻ സൂറ മുഅ്മിനൂൻ അതിന്റെ 107 മുതലുള്ള ആയത്തുകൾ ഇങ്ങനെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എന്താണ് ആ നരകത്തിൽ ആപതിക്കുന്ന മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന, പ്രാർത്ഥിക്കുന്ന, തേടുന്ന ഒരു തേട്ടവും അതിന് അല്ലാഹു നൽകുന്ന മറുപടിയുമൊക്കെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ. ആ നരകത്തിൽ കത്തിജ്വലിക്കുകയാണ്, കടന്നെരിയുകയാണ്. അങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത് ആർത്തട്ടഹസിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബിനോട്. എന്താ? അഖ്രിജ്നാ മിൻഹാ, ഇതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെ ഇതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തി തരണമേ. എന്നിട്ട് അവർ പറയാ, ഇനി ഞങ്ങൾ ആവർത്തിച്ചാൽ, ഇനി ഞങ്ങൾ ആവർത്തിക്കൂല, ഇനി ഞങ്ങൾ ആവർത്തിച്ചാൽ അപ്പോൾ ഞങ്ങൾ നഷ്ടക്കാരായി മാറും. അതുകൊണ്ട് ഇപ്പോ ഈ സമയം ഞങ്ങളെ ഒന്ന് ഇതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം, മടക്കം വേണം. ഇനി ഞങ്ങൾ ആവർത്തിച്ചാൽ അപ്പോ നീ ശിക്ഷിച്ചോ പടച്ചോനെ എന്ന് അവിടെ വെച്ചുകൊണ്ട് ആ മനുഷ്യന്മാർ പറയും എന്നാണ്. 108-ാമത്തെ ആയത്തില് അള്ളാഹു അതിന് മറുപടി നൽകുന്നുണ്ട്. നിങ്ങൾ നിന്ദ്യരായി അതിൽ കഴിയുക എന്നതാണ്. നിങ്ങൾ ആ നരകത്തിൽ നിന്ദ്യരായി കഴിയുക. മാത്രല്ല നിങ്ങൾ എന്നോട് മിണ്ടണ്ട. ഇന്ന് വർത്താനല്ല, അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. ഇന്ന് വർത്താനല്ല, നിങ്ങളോടൊരു വർത്താനമില്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ള അറിവ് ഞാൻ ദുനിയാവിന്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഗ്രന്ഥം നൽകിക്കൊണ്ട് അവിടെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. മാത്രമല്ല ആ ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രവാചകനെ നിങ്ങളുടെ മുന്നിൽ മാതൃകയായി ജീവിതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലേ? അതുകൊണ്ട് ഫലാ തുകല്ലിമൂൻ, ഇന്ന് നിങ്ങളോട് എനിക്ക് സംസാരമില്ല, മിണ്ടണ്ട, മിണ്ടൂല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. ആ ഒരു ബോധം ഉണ്ടാവണം. ഇവിടുന്ന് ദുനിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. പരലോകത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും തരികിട പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാം. അല്ലെ? വിചാരണയ്ക്ക് വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്. നാവുകൊണ്ട് സംസാരില്ല, നാവുകൊണ്ട് സംസാരില്ല. നമ്മുടെ കൈകൾ സംസാരിക്കുന്നു, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ സംസാരിക്കുന്നു. നമ്മൾ ചെയ്തത്
അവരോട് നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാ ഞങ്ങൾക്കെതിരെ സംസാരിച്ചത് എന്ന് നമ്മുടെ തൊലികളോട് ചോദിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ആ തൊലികളുടെ മറുപടിയുണ്ട്. എന്താണ്? എല്ലാറ്റിനും കഴിവുള്ള റബ്ബ് ഞങ്ങൾക്ക് സംസാരിക്കാൻ അവകാശം നൽകി എന്ന. അതുകൊണ്ട് ഞങ്ങൾക്ക് കളവ് പറയാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ ഇത് കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ പടച്ചറപ്പ് ബോധ്യപ്പെടുത്തി. എന്നിട്ടോ അവിടെ ചെന്നിട്ട് പടച്ചോനോട് പറഞ്ഞാലോ, പടച്ചോനെ ഒന്ന് മടക്കിക്കൊണ്ടാന്ന് പറഞ്ഞാൽ ഇല്ല, തിരിഞ്ഞു നോക്കൂല, മെയിൻ ചെയ്യൂല. ദുനിയാവിൽ നിന്ന് പടച്ചറപ്പ് അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നതാണ്. അല്ലെ, നിങ്ങൾക്ക് അറിവ് തന്നു, വേദഗ്രന്ഥം ഇറക്കി തന്നു, നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ, നമുക്ക് മുൻഗാമിയായ ഒരു പ്രവാചകനെ നമ്മുടെ മുമ്പിൽ നടക്കാൻ ആ പ്രവാചകന്റെ സുന്നത്തുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഒക്കെ നിങ്ങൾ. എന്നാൽ അവിടെ രക്ഷപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരാന്നറിയോ? ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദിനാ, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദിനാ. അവർക്കിടയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരാ? എന്റെ അടിമകളാ. യഖൂലൂന, അവർ പറയുന്നു. എന്താ പറയുന്നത്? റബ്ബന, ഞങ്ങൾ റബ്ബേ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ഫഗ്ഫിർ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വർഹംന, ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ, വഅൻത ഖൈറുർ റഹീമീൻ, നീയാ കാരുണ്യം കാണിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ കാരുണ്യം കാണിക്കണമേ എന്ന് പറയുന്ന വിഭാഗം മാത്രമാണ് ദുനിയാവിൽ ആ തേട്ടമുള്ള മനുഷ്യൻ മാത്രമാണ് പരലോകത്ത് രക്ഷപ്പെടുക എന്നതാണ്. എന്നിട്ട് അല്ലാഹ് പറയാട്ടോ അതിന്റെ 110-ാമത്തെ ആയത്തിലൂടെ ഫത്തഖത്തുമൂഹും സിഖ്രിയ, അത്തരം ആളുകളെ നിങ്ങൾ ദുനിയാവിൽ കണ്ടു, അത്തരം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ അവരോട് സ്വീകരിച്ച നിലപാടെന്താ? ഫത്തഖത്തുമൂഹും സിഖ്രിയ, അവരെ നിങ്ങൾ പരിഹസിക്കുകയാണ് ചെയ്തത്, അവരെ നിങ്ങൾ പുച്ഛിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അങ്ങനെ ഹത്താ അൻസൗകും സിക്രി, അവർ എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളെ മറപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവരാണല്ലോ അല്ലേ, അവരെ കുറിച്ച് കളിയാക്കി അങ്ങനെ നിങ്ങൾ ജീവിച്ചു. വകുന്തും മിൻഹും തൽഹഖൂൻ, നിങ്ങൾ അവരെ പരിഹസിച്ചുകൊണ്ട് അവിടെ ചിരിക്കുന്നവരായിരുന്നു. എന്നാൽ ആ പരിഹാസമൊക്കെ കേട്ട് അള്ളാന്റെ അടിമയാണ് എന്ന ബോധത്തോടെ ദുനിയാവിന്റെ ജീവിതം അങ്ങനെ അടിച്ചു പൊളിക്കാനുള്ളതല്ല. അങ്ങനെയാണല്ലോ. എന്താ എന്റെ കോലം? ദുനിയാവ് എന്ന് പറഞ്ഞ ഒറ്റ ജീവിതല്ലേ, ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഇവിടുന്ന് കിട്ടുമ്പോഴല്ലേ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ഉപദേശിക്കാൻ ആളുകളുണ്ട് അല്ലെ. അവര് ഈ ദീനുമായി ജീവിക്കുന്ന ആളുകളെ പരിഹസിക്കുകയും അതേപോലെ തന്നെ പുച്ഛിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹ് പറയാ, നിങ്ങൾ അവരെ പുച്ഛിച്ചത് കാരണം അല്ലേ, അവർക്കെന്താണ്? അവർക്ക് സ്വർഗമാണ് ഉണ്ടാവുക എന്ന് അള്ളാഹു അവിടെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അതുണ്ടാവേണ്ട ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അള്ളാന്റെ അടിമയാണ്, അള്ളാഹു ആണ് എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, വിശുദ്ധ ഖുർആനാണ് എന്റെ ജീവിതം. ആ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യണം. അല്ല ഇങ്ങനെ ഇരുന്ന് നമ്മുടെ കാലം കഴിഞ്ഞു പോയാലോ പരലോകത്ത് നഷ്ടമായിരിക്കും. അന്ന് ആ നഷ്ടം നികത്താൻ കഴിയാത്തത്ര വലിയ അവസ്ഥയായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരിക എന്നതാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ ലക്ഷ്യം ഉടമയായ റബ്ബിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.